ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒപ്പം മീനാണ് കേട്ടോ. അപ്പം ഞാൻ മീൻ ഇന്നലെ പുറത്ത് പോയപ്പോൾ വാങ്ങിയിട്ടുള്ളതായിരുന്നു. കട്ട് ചെയ്തിട്ട് ആണ് വാങ്ങിയിട്ടുള്ളത്. കൂന്തളും വാങ്ങിയിട്ടുണ്ട്, അതുപോലെ ചാളയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചാള മാത്രമേ വാങ്ങുന്നുള്ളൂ എന്നാട്ടോ വിചാരിച്ചിരുന്നത്. പിന്നെ ആ കടക്കാരനോട് ഞാൻ നന്നാക്കി തരാമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ കൂന്തൽ വാങ്ങിയത്. പക്ഷേ അയാൾ എനിക്ക് നല്ലൊരു പണിയാണ് തന്നത്. കൂന്തൾ അയാൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ കൂന്തൾ ക്ലീൻ ചെയ്തിട്ടില്ല. ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് മീൻസ് അയാൾ അതിൻ്റെ ആ ഉള്ളത്തെ ഒരു ഇങ്ങനെ ഒരു എല്ല് പോലത്തെ ഒരു സാധനം, ഒരു ചെറിയൊരു ഗ്ലാസ് പോലത്തെ ഒരു സാധനം ഉണ്ടാകുമല്ലോ, അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മഷി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ തോലൊന്നും അയാൾ മാറ്റാതെ അത് കുഞ്ഞ് കഷ്ണമായി അയാൾ കട്ട് ചെയ്തിട്ട്. അപ്പം എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. കാരണം ഇനി അതിന്മേൽ ഓരോ കഷ്ണം എടുത്തിട്ട് വേണ്ട ഇങ്ങനെ തോല് കളഞ്ഞ് എടുക്കാൻ. മറ്റേത് ഒരൊറ്റ കൂന്തളായിട്ട് ഇങ്ങനെ വലിയതാണെന്ന് വെച്ചെങ്കിൽ നമുക്കിങ്ങനെ തോലിങ്ങനെ ഈസി ആയിട്ട് ഇതാക്കി എടുക്കാം. പക്ഷേ ഇതിങ്ങനെ ഓരോ കഷ്ണത്തിൽ വന്ന് തോല് പറിച്ചെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. ശരിക്ക് ദേഷ്യവും സങ്കടമൊക്കെ വന്ന്. പിന്നെ ഇപ്പോൾ ആരും പറയല്ലേ, ഞാൻ തന്നെയാണല്ലോ പോയി വാങ്ങിയുള്ളത്. ഇതിപ്പോൾ വേറെ ആരെങ്കിലും അവിടെ പോയി വാങ്ങിയിട്ടുള്ളത് വെച്ചെങ്കിൽ അവരെ രണ്ട് ചീത്തയെങ്കിലും പറയായിരുന്നു. മീൻ ക്ലീൻ ചെയ്യാൻ നിന്ന സമയമാണെന്ന് വെച്ചെങ്കിൽ ഒരു 11 മണി 11:30 ആയിട്ടുണ്ട് കേട്ടോ. അകത്തെ എല്ലാ പണിയും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ മീനും കൂടി ക്ലീൻ ചെയ്തിട്ട് പോയി കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് എടുത്തതാണ്. പിന്നെ നല്ല ചൂടും, ആ ടാർപ്പായ കെട്ടിയതിൻ്റെ അടിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ടാർപ്പായൊക്കെ ചൂടായിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ മുഖമൊക്കെ ആകെ അങ്ങനെ ദേഷ്യം വന്നിട്ട് ഇതായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ കുട്ടികളാണെന്ന് വെച്ചെങ്കിൽ അകത്ത് ആര്യനും സീമോളും മാത്രമാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് ഈ സീമോൾ ഇങ്ങനെ ഓരോ വിക്രസ് ഒപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് അതും പേടിയുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആരിൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ ആരിനോട് അച്ഛമ്മേനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അച്ഛമ്മ വന്നിട്ട് സിയേനെ എടുത്തുകൊണ്ടേ ഞാനൊരു 1.5 മണിക്കൂർ, ഒരു 12:30 പിന്നെ തോന്നുന്നു ഞാൻ അകത്തേക്ക് കയറിയിട്ടുള്ളത്. ഞാൻ പിന്നെ കുളിക്കുന്ന സമയം നോക്കിയപ്പോൾ 12:30 12:45 അത്രയും നേരം ഞാൻ ഈ മീനുമ്മ തന്നെയായിരുന്നു നിന്നിരുന്നത്. മീൻ നന്നാക്കാൻ നിന്നിട്ട് എനിക്ക് വട്ട് പിടിച്ചിട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. ഞാൻ ആരിനെ വിളിച്ചിട്ട് ക്യാമറ ഓഫ് ചെയ്ത് വെക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ അങ്ങനെ പോയിട്ട് കുളിക്കലും ഇതൊക്കെ, പിന്നെ മീൻ വറുക്കുക, ഭക്ഷണം കഴിക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. ഇത് പിന്നെ വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പഴം ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നാൽ അതെടുത്തിട്ട് പഴംപൊരി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ പഴംപൊരി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ 2 പഴം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ കളറൊക്കെ അങ്ങനെ മാറി വന്നിട്ടുണ്ടായിരുന്നു. കറുപ്പ് കളറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴം ഇങ്ങനെ കളർ മാറി തുടങ്ങിയാൽ പിന്നെ കഴിക്കാനൊന്നും വലിയ താല്പര്യമില്ല ഇവിടെ ആർക്കും. എനിക്കാണെങ്കിലും അതെ. അപ്പോൾ ഞാൻ പുഴുങ്ങിയിട്ട് അല്ലെങ്കിൽ നെയ്യിൽ വഴറ്റിയിട്ടൊക്കെയാണ് കഴിക്കാറ്. അങ്ങനെ എപ്പോഴും പഴംപൊരി ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ഒന്നിപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടാക്കണം തോന്നി, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ആദ്യമൊക്കെ ഞാൻ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഇത്ര നന്നാവാറില്ല കേട്ടോ. ഇപ്പോൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നല്ല പഴംപൊരിയുടെ ഒരു പെർഫെക്റ്റ് സംഭവമായിട്ട് എനിക്ക് കിട്ടാറുണ്ട് പഴംപൊരി. ഞാനിത് യൂട്യൂബിലുള്ള ഷാൻജിയോ എന്ന് പറയുന്ന ആ ആളുടെ ചാനലിൽ നോക്കിയിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ പഠിച്ചത്. അതിൻ്റെ ശേഷം എനിക്ക് എപ്പോഴും കറക്റ്റായിട്ട് തന്നെ പഴംപൊരി ഉണ്ടാക്കാൻ പറ്റാറുണ്ട്. പഴംപൊരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കുട്ടികളുടെ കൂടെ നല്ല ക്യാരംസ് കളിയൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് പിറ്റേ ദിവസം കാലത്താണ് കേട്ടോ. അപ്പോൾ കാലത്ത് പത്തിരിയും തേങ്ങാപ്പാലും ആയിരുന്നു. പത്തിരി ഉണ്ടാക്കാൻ ഞാൻ അത്ര എക്സ്പേർട്ടല്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടുത്തെ അമ്മയുടെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മേനെ കാലത്ത് വിളിച്ചിട്ട് അമ്മോട് ഇങ്ങനെ ചോദിച്ചു നോക്കി ഉണ്ടാക്കി തരുമെന്ന്. അപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ വന്നിട്ട് അമ്മ ഉണ്ടാക്കിയതാണ്. എനിക്ക് ഈ സംഭവം അങ്ങനെ തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അതുപോലെ തേങ്ങാപ്പാൽ ഇല്ല വെച്ചെങ്കിൽ ചിക്കൻ കറിയാണ് വെച്ചെങ്കിലും നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ കറിയൊന്നും ഇല്ല, അതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഞാൻ പഞ്ചസാരയും തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ആരും പഞ്ചസാര മാത്രമേ കൂട്ടിയിട്ടാട്ടോ കഴിക്കുന്നത്. ഞാൻ ഈ പത്തിരി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു ഇലയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പരത്തി ഉണ്ടാക്കുക. എനിക്കിങ്ങനെ കറക്റ്റ് ഷേപ്പിലൊന്നും കിട്ടില്ല. അതുപോലെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ചില ഭാഗം കനം കൂടും, ചില ഭാഗം കനം കുറയും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അമ്മ അത് കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ കറക്റ്റ് വട്ടത്തിൽ ഇങ്ങനെ പരത്തിയെടുക്കുന്നത്. അതുപോലെ പരത്തിയെടുക്കുമ്പോൾ എല്ലാ ഭാഗവും കറക്റ്റ് ഒരേപോലെ എല്ലാ ഭാഗത്തും സെയിം കനമായിരിക്കും. ഒരു ഭാഗം ഇങ്ങനെ കനം കൂടുക, ഒരു ഭാഗം കനം കുറയുക, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അമ്മ ഒരു പത്തിരി ഇങ്ങനെ ചുട്ടെടുക്കുമ്പോഴേക്കും അത് അടുത്ത പത്തിരി കയ്യിൽ വെച്ചിട്ട് തന്നെ പരത്തി, അത് ആദ്യത്തെ പത്തിരി ആകുമ്പോഴേക്കും അടുത്ത പത്തിരി കയ്യിൽ വെച്ച് പരത്തി ഉണ്ടാക്കിയിട്ട് പിന്നെ അതിലേക്ക് വെക്കും. പിന്നെന്തോ അതിൻ്റെ മുന്നേ ഇങ്ങനെ വെള്ളമൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല കേട്ടോ വെള്ളമാക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ നേരെ പരത്തി കഴിഞ്ഞാൽ നേരെ അതിലേക്ക് വെക്കും, എന്നിട്ട് ചുട്ടെടുക്കും, അങ്ങനെ ചെയ്യാറ്. ഇതിപ്പോൾ എന്തിനാണ് വെള്ളമാക്കണതെന്ന് ഞാൻ ചോദിച്ചില്ല കേട്ടോ. പിന്നെ അതേ ഞാൻ വന്നിരുന്നിട്ട് പത്തിരി കഴിക്കുകയാണ്. അപ്പോൾ ആരിനോട് ഞാൻ പറയുന്നുണ്ട് തേങ്ങാപ്പാലൊക്കെ കൂട്ടി കഴിച്ചു നോക്കണമെന്ന്. അവൻ ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല. ഒരു പ്രാവശ്യം കഴിച്ചു നോക്കിയാലല്ലേ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ അവനെ കുറേ നിർബന്ധിച്ച് നോക്കി. അവൻ കഴിച്ചില്ല കേട്ടോ.